ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, എനിക്കും സുഖം തന്നെയാണ്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നല്ല മഴ പെയ്യുന്ന ഒരു ദിവസത്തെ എന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഇരുണ്ട് മൂടൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ രാവിലെ സുബ്ഹി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു കുറച്ച് സമയം കൂടി ഒന്ന് കിടക്കാന്ന് വിചാരിച്ചു കിടന്ന് വീണ്ടും എണീറ്റതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഈ വീഡിയോ ഒക്കെ തുടങ്ങുന്നത്. രാവിലെ എണീറ്റൊക്കെ നോക്കുന്ന സമയത്ത് ഭയങ്കര ഇരുട്ട് മൂടി മഴ ചോരാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ ഇങ്ങനെ കിടക്കലൊന്നുമില്ല കേട്ടോ. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ പാടെ പിന്നെ ഞാൻ എന്റെ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് നിൽക്കലുണ്ട്. ഇന്ന് പിന്നെ അംഗൻവാടിക്ക് പോകാനാവുമ്പോഴേക്ക് ഞാൻ പറയാലോ എന്റെ ജോലികളൊക്കെ തീർക്കലുണ്ട്. ഇന്ന് പിന്നെ മോൾക്ക് അംഗൻവാടി ഇല്ല എന്നുള്ളതൊക്കെ തലേ ദിവസം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ കുറച്ച് സമയം കൂടി കിടക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനൊരു 7 മണിക്ക് ആവാറായിട്ടുണ്ടാവും എണീറ്റ് വരുമ്പോ. അപ്പൊ നോക്കിങ്ങളെ ഇരുണ്ട് മൂടി മഴ തോരാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുറത്തേക്കൊക്കെ ഇറങ്ങി നോക്കിയെങ്കിലും അവിടെ ഇങ്ങനെ നിൽക്കാനൊന്നും തോന്നിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് വെച്ചാൽ ഡൈനിങ് ഹാൾക്ക് വന്നതിന്റെ ശേഷം കർട്ടനൊക്കെ ഒന്ന് പൊന്തിച്ച് കുറച്ച് സമയമൊക്കെ ആ മഴ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ നമ്മൾ രാവിലെ എണീറ്റതിന്റെ ശേഷം അപ്പൊ തന്നെ പണി തുടങ്ങിയില്ലെങ്കിൽ പിന്നെ നമുക്കൊരു മടിയാവൂലേ. അതിൽക്കൂടി ഈ മയം കൂടിയാണെങ്കിൽ ഒന്നുകൂടി കിടക്കണം അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു സമയമായിരിക്കുമല്ലോ ആ രാവിലെ എന്നൊക്കെ പറയുമ്പോ. പിന്നെ കരണ്ടും ഇല്ല, കരണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. ചായക്കൊക്കെ വെള്ളം വെച്ച് ചായയൊക്കെ തളിച്ചതിന് ശേഷം പിന്നെ ഇങ്ങനെ കുറച്ച് സമയം അതൊക്കെ കുടിച്ചിങ്ങനെ ഇരുന്നു. പിന്നെന്ന് പറഞ്ഞാല് കരണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ അടുക്കളയിലൊക്കെ ഭയങ്കര ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ പിന്നെ കരണ്ട് വന്നതിന്റെ ശേഷമൊക്കെ കടിയൊക്കെ ഉണ്ടാക്കല് തുടങ്ങാന്നൊക്കെ വിചാരിച്ചിട്ട് നിന്ന് കരണ്ട് വന്നതിന്റെ ശേഷം കേട്ടോ പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുന്നത്. ദോശ മാത്രമേ ഉണ്ടാക്കാറുള്ളായിരുന്നു. തലേ ദിവസത്തെ കറി ബാക്കി ഉണ്ടായിരുന്നു. ചിക്കൻ കറി വെച്ചതിന്റെ ബാക്കി തന്നെ ഉണ്ടായിരുന്നു ഇതിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പിന്നെ കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനല്ലോ വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു. പിന്നെ ചായം കടിയൊക്കെ അതിന്റെ ശേഷം ഞാനും ഇക്കയും കൂടിയും കുത്തിർന്നിട്ട് കുടിക്കണം കേട്ടോ. ഇക്കന്റെ ഒക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ പിന്നെ വന്ന് ഇരുന്ന് കുടിക്കണത്. ഇന്നും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഒക്കെ ഞങ്ങള് ഒരുമിച്ചിരുന്നിട്ടാട്ടെ കഴിക്കുക. ഇക്ക ഡ്യൂട്ടിക്ക് പോയതാണെങ്കിൽ വന്നതിന് ശേഷം ഞാനും കഴിക്കലുള്ളൂ കേട്ടോ. എനിക്ക് ഒറ്റക്ക് ഇങ്ങനെ ഇരുന്ന് കഴിക്കണതൊന്നും വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ കാത്തിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇക്ക ചായ അടിച്ച് ഇക്ക പോയി. പിന്നെ ഞമ്മളെ ഡ്യൂട്ടി തുടങ്ങുകയാണല്ലോ. ഞാൻ പിന്നെ ഇക്ക് ചായ അടിച്ച് കഴിഞ്ഞിട്ട് എണീറ്റ് പോവാത്തതിന് മുമ്പ് തന്നെ എനിക്കും ചായ കുടിക്കാന്ന് കരുതിയിട്ട് കടി ഉണ്ടാക്കിയതൊക്കെ അതേപോലെ ഇട്ടിട്ടാണ് കേട്ടോ ചായ എടുക്കാൻ പോയിരുന്നത്. ഒറ്റക്ക് കഴിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനാത്രം കഴിയാത്ത പോലെ എനിക്ക് തോന്നും. പിന്നെ ഇക്ക പോയതിന്റെ ശേഷം പിന്നെ ഞാൻ ആ സ്റ്റവ് തോത്തലും പാത്രങ്ങൾ എടുത്തൊക്കെ വെച്ചതിന്റെ ശേഷം അത് മോറാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മള് കുറച്ചു നേരം അവിടെ വർത്താനം പറഞ്ഞിരിക്കുക കാര്യങ്ങൾക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴും പിന്നെ അടുക്കളയിൽ പിന്നെ നമ്മൾ തുടങ്ങുന്ന പാത്രങ്ങളെല്ലാം ഉണ്ടാവുള്ളൂ. ഇതിപ്പടെ ക്ലീൻ ചെയ്തിട്ടാലേ എഴുതി ഞാൻ അപ്പൊ തന്നെ എല്ലാം മോറി വെച്ച് അടുക്കള ഒന്നാളെ റാക്കൊക്കെ തോത്തിടും. പിന്നെ നമ്മൾ ഉച്ചക്കൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ പെരക്കാനുള്ളതാണെങ്കിലും രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞുകാണ്ട് അടുക്കള ഒന്നടെ തോത്തിട്ട് അടിച്ചൊക്കെ ഒന്ന് വാരിടും. അങ്ങനെ അടുക്കളന്റെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു ചോറിനുള്ള അരിയും കൂടെ ഇട്ടതിന്റെ ശേഷം ബാക്കിയുള്ള പണിക്കട് നിക്കാൻ വിചാരിച്ച്. പിന്നെ വെള്ളത്തിനൊക്കെ പോവാണ്ട് വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെള്ളം കൊണ്ടിരുന്നെങ്കിൽ കുറച്ച് താഴേക്ക് പോകണം. അപ്പൊ മഴ ഇങ്ങനെ ഒന്ന് ചോറിന്റെ സമയത്ത് നമുക്ക് വെള്ളത്തിനൊക്കെ പോകാൻ പറ്റുള്ളൂ. ഇക്കാതെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോ വെള്ളം കൊണ്ടരലും അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പൊ എന്നാലും കുട എടുത്തിട്ടുണ്ട് കേട്ടോ. കുറഞ്ഞ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. ചിലപ്പോ ആണെങ്കിൽ അത് മതിയാവും ഒന്ന് ജലദോഷം പിടിക്കാനും പനി ഉണ്ടാവാനൊക്കെ വേണ്ടി ചെറുതിട്ട് കുടയൊക്കെ ചൂടിക്കാണ്ട് തന്നെയാണ് വെള്ളത്തിന് പോണത്. അപ്പൊ പിന്നെ മോക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒറ്റക്കനെ കഴിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിലും പിന്നെ നമ്മളെ കൈയെത്താതെ ഒറ്റക്ക് ആവലുണ്ടാവൂല കേട്ടോ. അങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഞാന് മോളെ ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെമ്മീന് റോസ്റ്റ് ഉണ്ടാക്കും ചെയ്യാം, മുരിങ്ങന്റെ ഇല താളിച്ചും ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്ന് ലഞ്ചിന് കേട്ടോ. അപ്പൊ അതുണ്ടാക്കി വെച്ച് പിന്നെ ക്ലീനിങ് പരിപാടികൾക്ക് നിൽക്കുകയാണ്. ക്ലീനിങ് പരിപാടിക്ക് നിന്ന് കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂർ അതിന് തന്നെ വേണം അടിച്ചു വാരലും തുടക്കലും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. പിന്നെ മോളെ ഞാനിങ്ങനെ മേലൊക്കെ അടിച്ചു വാരി വന്നപ്പോഴേക്ക് നല്ല രീതിക്ക് തന്നെ കസാലകളൊക്കെ വലിച്ചിട്ട് ഓളെ കളിയൊക്കെ പുരോഗമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അത് ഞാൻ എടുത്ത് വെച്ചോളാന്നൊക്കെ പറയെങ്കിലും മോക്ക് ഒരു കസാല പൊന്തിച്ചാലുള്ള കെൽപ്പൊന്നും ഓളെ കൊണ്ടുണ്ടാവൂല കേട്ടോ. അങ്ങനെ കാര്യം പിന്നെ ഇങ്ങനെ അടിച്ചിങ്ങനെ വാരിനിടയിൽ സമയം പോയി നോക്കുമ്പോ 12:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ കാലാവസ്ഥ നോക്കുന്ന സമയത്ത് നല്ല വെയില്. ഇന്ന് രാവിലെ തൊട്ടേ ഈ വെയില് കണ്ടിട്ടില്ലായിരുന്നു. നല്ല രീതിക്കുള്ള ഒരു വെയിലും കാര്യങ്ങളൊക്കെ വന്നപ്പോ ഞാൻ വിചാരിച്ച് ഇന്ന് ഇനി മഴയൊന്നും ഇനി പെയ്യലുണ്ടാവില്ല, മഴയൊക്കെ നിന്നു തോന്നണമെന്നിട്ടാ. പക്ഷെ എവിടെ ഒരു അരമണിക്കൂറേ ആ വെയിലുണ്ടായിട്ടുള്ളൂ തോന്നണു. പിന്നെയും തോരാതെ പെയ്യുന്ന മഴ തന്നെയായിരുന്നു. ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു തുടക്കലും ഇതാക്കലൊക്കെ കഴിയട്ടെ വിചാരിച്ചിട്ട് തുടക്കലും പരിപാടികളും ക്ലീനിങ് പരിപാടികളൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്.
പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാന് മോൾക്ക് അംഗൻവാടിയിൽ നിന്ന് പുസ്തകം കിട്ടിയിട്ടുണ്ടായിരുന്നു കളർ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഏതായാലും മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ, അപ്പൊ പുറം ജോലികൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ പണികളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വൈകിയാണ് എണീറ്റതെങ്കിലും ഒരു 12:30 12:45 ആയ സമയത്ത് തന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, പണികളൊക്കെ. പിന്നെ ഓക്ക് എഴുതിക്കാനും കളറിംഗ് ഒക്കെ കൊടുക്കാണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് സമയം അതിനും വേണ്ടിയിട്ട് ചെലവഴിച്ചു. പിന്നെ ചെറിയ കുട്ടിയല്ലേ, ഓള് അംഗൻവാടി പോലെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കളറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളെ ഒപ്പം ഇരുന്ന് പുറത്തേക്ക് ആവുന്നതും ഒക്കെ പറഞ്ഞു കൊടുത്താലേ ഓൾക്ക് അറിയുണ്ടാവുള്ളൂ. എന്നാലും ഒരുപാട് സമയം വേണം കേട്ടോ, കാരണം ഒരുപാട് വാശികളും കാര്യങ്ങളാവും. ഞാന് ഒറ്റക്ക് കൊടുത്തോളാ, ആ കളർ എനിക്ക് അവിടെ കൊടുക്കണ്ട, എനിക്ക് വേറെ കളർ കൊടുത്താൽ മതി എന്നുള്ള കുട്ടികളുടെ കുറുമ്പുകൾ ഉണ്ടാവുമല്ലോ, അത് ഒരുപാടുണ്ടായിരുന്നു. ഈ കളറിങ് ഇപ്പൊ ഇതിൽ കാണുന്നത് കുറച്ച് സമയമാണെങ്കിലും എന്റെ 2-3 വൈകുന്നേരം വരെ എന്ന് പറയുന്ന പോലെ ഞാൻ ഓളെ വെയ്ത്തല ഈ കളർ കൊടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കൊടുത്തതും ഒരു മരം തന്നെ ഫുള്ളായിട്ടില്ലായിരുന്നു. മരം കൊടുക്കുമ്പോ പറയും മരല്ല, എനിക്ക് കൊടുക്കേണ്ടത് സൂര്യനാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വാശി പിടിച്ചോണ്ടിരുന്നിട്ട് പിന്നെ ഓളെ വെയ്യാലെ ഒരുപാട് സമയം അങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ നല്ല മഴയല്ലേ, പുറത്തേക്ക് ഇറങ്ങാനോ കളിക്കാനോ ഒന്നും പിന്നെ ഓൾക്ക് പോവാനും ഇല്ല. പിന്നെ ആ കളറിങ് പരിപാടികളും കാര്യത്തിലും വേണ്ടിയിട്ട് അങ്ങനെ കുറെ സമയം നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോ എന്ന് പറയുമ്പോ ഓക്ക് ഒറ്റക്കൊന്നും ചെയ്യാൻ അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ ഓളെ കൈ പിടിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ഇതൊക്കെ ചെയ്ത് തീർത്തത്. അപ്പൊ ഇങ്ങനത്തെ ഇതായിരുന്നു ഇന്നത്തെ മഴയുള്ള ദിവസത്തെ എന്റെ ഒരു റൂട്ടീന്. ഉച്ചവരെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഈ കളറിങ്ങും കഴിഞ്ഞപ്പോത്തിന് വൈകുന്നേരം തന്നെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴും മഴക്കും ഒരു ചോർച്ചയില്ല, മഴ ഇങ്ങനെ കൂടിക്കൊണ്ട് വരികയാണ്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ആരോഗ്യം നല്ല രീതിക്ക് തന്നെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുട്ടികളൊക്കെ വെള്ളത്തിലും മറ്റിലൊക്കെ കളിക്കുന്നതൊക്കെ നല്ല രീതിക്ക് തന്നെ ശ്രദ്ധിക്കേണ്ടി വരും കേട്ടോ. കാരണം നമ്മൾ ഈ തോടും പുഴയും എല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് തന്നെ അതിനൊക്കെ കുട്ടികളാണെങ്കിൽ അപകട സാധ്യതകൾക്കൊക്കെ ഒരുപാടുള്ളൊരു സമയം കൂടിയാണ് ഈ മഴക്കാലം എന്നുള്ളത്. അപ്പൊ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.